ശ്രീ എ രാജ. സർ, പുത്തത്തലമുറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് സർ സീപ്ലെയിൻ അടക്കമുള്ള പദ്ധതികൾ. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ടൂറിസം വകുപ്പ് മന്ത്രിയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർ. എൻ്റെ ചോദ്യം, സാഹസിക ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് യാത്ര വർദ്ധിക്കുന്ന സമയമാണിത്. സാഹസിക ടൂറിസത്തിൻ്റെ സാധ്യതകളെ കേരളം ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് സർ. സർ, സീപ്ലെയിൻ ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതിയല്ല സർ. പക്ഷേ ഇപ്പോൾ സീപ്ലെയിൻ നേരത്തെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ചില പ്രയാസങ്ങൾ വന്നു, വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോൾഗാട്ടിയിൽ നിന്നും മാട്ടുപ്പെട്ടി വരെ സീപ്ലെയിൻ, അതിൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഞങ്ങളതിൽ യാത്ര ചെയ്തിരുന്നു. വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട്. അത് ആർക്കും ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ ചർച്ച ചെയ്ത് മറ്റു വകുപ്പുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നമുക്ക് നടപ്പിലാക്കാനാകും. അത് വലിയ മാറ്റം നമുക്ക് പൊതുവെ ഉണ്ടാക്കാനാകും. സാഹസിക ടൂറിസത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സർ, കേരളത്തിലെ ബീച്ചുകൾ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് കേരളത്തിലെ ബീച്ച്. കേരളത്തിലെ ബീച്ചുകളിൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗോവ പോലുള്ള ഇടങ്ങളിൽ വരുന്നത് പോലെ വരാത്തതിൻ്റെ ഒരു കാരണം നമ്മളവിടെ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഒരുക്കുന്നതിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. അതിന് പരിഹാരം കാണാൻ നമുക്ക് പറ്റണം സർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വിവാദങ്ങൾ അനാവശ്യമായി സൃഷ്ടിക്കുക എന്നുള്ളൊരു ശ്രമം പൊതുവേ ചില ലോബികൾ നടത്തുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിലർ കൂടുന്നുണ്ട്. പക്ഷേ അത് പ്രയാസമുള്ള കാര്യമില്ല, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പൊതുവേ പരിശോധിക്കുമ്പോൾ അത് കേരളത്തിലെ ബീച്ച് ടൂറിസത്തിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ ഗോവയിൽ പോകുന്ന ഒഴിവാക്കി ഇവിടെ നിൽക്കുന്നു. പുറത്തുള്ള ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ വരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. അത് ഒന്നോ രണ്ടോ സ്ഥലമല്ല, നിരവധി ഇടങ്ങളുണ്ട്. അതിനെ നമുക്ക് ഇനിയും ഉയർത്താം. അത് ബീച്ചിൽ മാത്രമല്ല, സാഹസിക ടൂറിസത്തിൻ്റെ മറ്റൊരു പ്രധാന കേന്ദ്രം കേരളത്തിൻ്റെ മലയോര മേഖലയാണ്. നമുക്ക് ട്രക്കിങ്ങിന് പറ്റിയ ഇടങ്ങളുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൽ അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ട്രക്കിങ്ങിനൊരു പ്രത്യേക ഗൂഗിൾ മാപ്പിൽ ഒരു കൃത്യമായ ഒരു ധാരണയോടുകൂടി നമുക്ക് ചിലത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ എവിടെയൊക്കെ ട്രക്ക് ചെയ്യാം, എങ്ങനെ പോകാം, ട്രക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ എങ്ങനെയാകാം എന്നുള്ളത് കൃത്യമായ ഒരു കാഴ്ചപ്പാടോട് പോകാൻ വേണ്ടി പറ്റും. അതിന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരും. ഈ ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ സർക്കാരിൻ്റെ.